ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സന മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് എന്നാ അമൃതം പൊടിയാണെന്ന് നമുക്ക് അത് കഴിക്കുമ്പോൾ തോന്നൂല. അപ്പോൾ അങ്ങനത്തെ ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലഡുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലഡു എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വളരെ നല്ല പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ അമൃതം പൊടി. അപ്പോൾ എല്ലാവർക്കും അറിയാലോ അത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ഞാൻ ചിരവിയതല്ല, പീസാക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ആക്കി എടുത്ത തേങ്ങയാണ് കേട്ടോ. അപ്പം ചിരവിയിട്ടുള്ള തേങ്ങ ആയാലും നല്ലത് തന്നെയാണ്, ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് വെളുത്ത എള്ളും എടുത്തിട്ടുണ്ട്, കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്ക, പഞ്ചസാര ചേർത്തിട്ട് തൊലിയോട് കൂടെ പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ഉള്ളത് കുറച്ച് നെയ്യാണ്. നെയ്യോ ബട്ടറോ ഏതാ നമ്മുടെ കയ്യിലുള്ള വെച്ചെങ്കിൽ അത് എടുക്കുക. പിന്നെ കുറച്ച് ശർക്കരപ്പാനി. അപ്പോൾ ശർക്കരപ്പാനി ഞാൻ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, ഒരു പാക്കറ്റ് അമൃതം പൊടിക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മധുരമൊക്കെ ഓൾറെഡി ഉണ്ട്, പിന്നെ പഞ്ചസാര ചേർക്കരുത്. അപ്പോൾ അതിന് ഞാനൊരു ലേശം 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊടി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പൗഡർ പോലെയുള്ള പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഫുള്ളും കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊന്നും ചെയ്യാണ്ട് നമുക്ക് വെറും പച്ചപ്പൊടി എടുത്തിട്ട് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ നമുക്ക് കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കഴിക്കാനൊരു ടേസ്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തത് നെയ്യാണോ ബട്ടറാണോ ഏതാണെങ്കിലും അതിൽ നിന്ന് 1 ടീസ്പൂണ് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. പാനിൽ പൊടി ഇട്ട ശേഷം നമുക്ക് പിന്നെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അടിക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കയ്പ്പ് ടേസ്റ്റൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് ചൂടായിട്ട് പൊടി നല്ലോണം ഒന്ന് ചൂടായാൽ മതി കേട്ടോ. നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഉണ്ടാക്കി കഴിക്കാൻ മക്കൾ കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊക്കെ തേങ്ങയൊക്കെ അങ്ങനെ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ കരിഞ്ജീരകം, അതുപോലെ എള്ള്. ഇതിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചെങ്കിൽ അത് ചേർത്താൽ മതി. ഇന്നത് വേണമെന്നൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം കടിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെറിയ ജീരകം ഉണ്ടാവുമല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ കടിക്കാൻ കിട്ടും. വലിയ ജീരകം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഗ്യാസ് ഓണല്ല, ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ചൂടാക്കിയിട്ടുള്ള നെയ്യാണ്, അതുപോലെ തന്നെ ചൂടുള്ള ശർക്കരപ്പാനിയും കൂടിയാണ് കേട്ടോ. പൊടിയും അത്യാവശ്യം കുറച്ച് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കൽ സ്കിപ്പ് ചെയ്യാണ്ട് കേട്ടോ. അത് വേണം, അത് നിർബന്ധമായിട്ടും അത് ചേർത്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ ലഡുവിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉരുക്കി വെച്ചിട്ടുള്ള പാനിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആക്കി ചേർത്തിട്ട് ഈ പൊടിയും ഈ പാനിയും കൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഓവറായിട്ട് വെള്ളം ആവരുത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനുള്ളത് മതി. പിന്നെ ഒത്തിരി ശർക്കരയും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പം ഞാൻ എടുത്തതിൽ ഒരു ലേശം ബാക്കിയുണ്ട്, ബാക്കിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടോ. പിന്നെ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനിതാ കുറച്ച് ചെറിയ ചൂടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം കണ്ട ഈ പൊടിനെ ഈ ഒരു ശർക്കരപ്പാനിയായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആവണം. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയും അതുപോലെ കരിഞ്ജീരകം എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കരിഞ്ജീരകം ചേർക്കുമ്പോൾ നമുക്ക് ഈ ലഡുവിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ കാഷ്നട്ടോ ഉണക്കമുന്തിരിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പം ഞാൻ എന്തായാലും ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഈ ഒരു കരിഞ്ജീരകമോ അല്ലെങ്കിൽ ജീരകമോ എള്ളോ ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ട ഇതുപോലെ ഉരുട്ടിയെടുക്കുക കേട്ടോ. കുറച്ച് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കണേ. അതുപോലെ ഇങ്ങനെ കട്ട കെട്ടിയിട്ടുള്ള മാവ് അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുമല്ലോ, അപ്പം അത് കട്ട കെട്ടിയ പോലെ ഉണ്ടാവുമല്ലോ. പൊടി ഇപ്പോൾ ശർക്കരയിൽ ആവാതിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആകെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. നമ്മുടെ ആവശ്യാനുസരണം വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോളാവുമ്പോൾ മക്കളുടെ കയ്യിൽ കൊടുക്കാനൊക്കെ നല്ലതല്ലേ. അപ്പോൾ അതാണ് കുറച്ച് കുഞ്ഞു ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഉരുട്ടിയിട്ട് നമുക്കൊരു ചില്ലുകുപ്പിയിലിട്ട് വെക്കാം കേട്ടോ. ഒരു 3 ദിവസം വരെ ഈ ഒരു ഇങ്ങനെ ചെയ്താൽ ഇരിക്കും കേട്ടോ. 3 ദിവസം വരെയൊക്കെ നമുക്ക് കുപ്പിയിലിട്ട് വെക്കാം. ഇത് നമുക്ക് പിറ്റന്നാൾ കഴിക്കുമ്പോഴും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ.
പിന്നെ ഓവറായിട്ട് മധുരം ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് പാനി പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാതെ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുമല്ലോ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് കേട്ടോ. നൂൽപ്പരുവാക്കിയിട്ടൊന്നും അല്ല ചെയ്തിട്ടുള്ളത്, കുറച്ച് ലൂസാക്കിയിട്ട് പാനി പോലെയാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയുള്ളൊരു പാകത്തിന് വേണ്ടി ചെയ്താൽ, പിന്നെ ഇത്തിരി മധുരം ശർക്കരയുടെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കണ്ട. അതുപോലെ നെയ്യും ഒഴിവാക്കരുത്. നിങ്ങളുടെ അതിൽ ബട്ടർ ഇല്ല, നെയ്യാണെങ്കിൽ നെയ്യോ ബട്ടറോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. ഓയിലും വെളിച്ചെണ്ണ അങ്ങനെ അതൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ഇതെല്ലാം മുഴുവനായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അമൃതം പൊടി വീട്ടിൽ മക്കൾ കഴിക്കാണ്ട് അതുപോലെ നമ്മൾ വെറുതെ ഇരിക്കുന്നവരുണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മക്കൾക്ക് മാത്രമല്ല നമുക്കും അടിപൊളിയായിട്ട് ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു നെയ്യും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് കുഴച്ചെടുത്താലും മതി കേട്ടോ. കാരണം ഈ ശർക്കരയുടെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ചേർത്താൽ മതി. ഒരച്ച് ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുക, പാനിയാക്കി എടുത്താലും മതി കേട്ടോ. നമുക്ക് ഈ അമൃതം പൊടിയിൽ അത്യാവശ്യം കുറച്ച് മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഇതാ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പൊ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ തരും. ഇപ്പൊ എനിക്ക് ഇവിടെ ഇല്ല, എനിക്കൊരാൾ തന്നതാണ് കേട്ടോ, അവർക്ക് ആരോ കൊടുത്തതാണ്, അതിൽ നിന്ന് എനിക്ക് ഒരു പാക്കറ്റ് തന്നു കേട്ടോ. അപ്പൊ ഞാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ലഡു അല്ലെങ്കിൽ നമുക്ക് അരീരം പോലെയൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ കേക്ക് ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇത് ലഡു ഉണ്ടാക്കിയതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഇവിടെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു പാക്കറ്റ് പൊടി മൊത്തം എടുത്ത് അതിലൊരു 10-12 എണ്ണം ഇപ്പം ഇതിൽ കുറവുണ്ട് കേട്ടോ. കാരണം മക്കൾ ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരെല്ലാവരും കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടി ഒരു ചില്ലി കുപ്പിയിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുപ്പിയിൽ ഇടാനൊന്നും ഉണ്ടാവൂല, കാരണം ഇവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് പാക്കറ്റ് പൊടി മൊത്തം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയാലും ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ചില്ലി കുപ്പിയിൽ ഇട്ടിട്ട് എടുത്തു വെച്ചാൽ ഒരു 3 ദിവസം വരെ നമുക്ക് നല്ലപോലെ ആയിട്ട് തന്നെ കഴിക്കാം. 3 ദിവസം വരെ ഞാൻ വെച്ച് നോക്കിയിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് 3 ദിവസം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 3 ദിവസം വരെ ഇവിടെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം പൊടിയൊക്കെ എടുത്ത് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ എടുത്ത് വെക്കാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊരു പാക്കറ്റ് പൊടിയല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് എടുത്ത് വെക്കാനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ അമൃതം പൊടി ഉണ്ടെങ്കിൽ മക്കൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.